ശരി ശരി, അങ്ങനെ ചിന്തിക്കാനാകട്ടെ. അത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഡോക്ടർ എൽസി ഉമ്മൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ എൽസി ഉമ്മൻ, ഇവിടെ ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ആ കുടുംബത്തിന്റെ പരാതിയിൽ തുടങ്ങിയ അന്വേഷണമാണ് ഈ നിലയിൽ അറസ്റ്റ് വരെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അല്ലു അർജുന്റെ അറസ്റ്റിലേക്ക് അത് എത്തുമ്പോൾ ആ കുടുംബം, ആ മരിച്ച രേവതിയുടെ ഭർത്താവ് പറയുന്നു, ഞങ്ങൾക്ക് പരാതിയില്ല, അല്ലു അർജുൻ അതിൽ കുറ്റക്കാരനാണെന്ന് കരുതുന്നില്ല എന്നതാണ്. പക്ഷെ ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയുകയാണ് 9 വയസ്സുള്ള അവരുടെ മകൻ. നോക്കൂ, നമ്മൾ കേരളത്തിലും കണ്ടിട്ടുണ്ട്, തൊപ്പി വന്നപ്പോൾ പോലും ആളുകൾ തിക്കി തിരക്കി അവിടേക്ക് എത്തുന്നത് കണ്ടിട്ടുണ്ട്. പല സിനിമാ താരങ്ങളെയും മോശമായി അവരോട് പെരുമാറുക, അവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുക തുടങ്ങി ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരാധകർ അവരുടെ ആരാധന മൂത്ത് കാണിക്കുന്ന പല കോപ്രായങ്ങളും നമ്മൾ കണ്ടിട്ടും ഉള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ അതൊരു അതിര് കടന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും അതൊരു ദാരുണ സംഭവത്തിൽ അവസാനിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? ആരാധകർ ഇങ്ങനെ ഒരു സിനിമയുടെ റിലീസിന് സ്വന്തം ജീവനും പോലും അപായപ്പെടുത്തുന്ന തരത്തിലേക്ക് അവിടെ ആ തിക്കിലും തിരക്കിലും പെട്ടുപോകുന്ന സാഹചര്യത്തിൽ എത്തുന്നു. എന്താണ് അവരെ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഘടകം? ഇതിന് അറുതി ഉണ്ടാകണമെങ്കിൽ എന്താണ് വേണ്ടത്? വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയി പോയി. കാരണം ഒരാള് ജീവൻ വെടിഞ്ഞു, മറ്റേ ആള് വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന ഒരു കുഞ്ഞ്. ഫാൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പരിധി വരെ അത് നമ്മൾ നോർമലായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ആളിനോടോ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാനോടോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോടോ അല്ലെങ്കിൽ അങ്ങനെ സാമൂഹ്യമായിട്ടോ ഒക്കെ നിലനിൽക്കുന്ന ആളുകളോട് നമുക്കൊരു ഇഷ്ടമോ ആരാധനയോ ഒക്കെ വരാം. പക്ഷെ പലപ്പോഴും എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് ആ ലൈൻ ഓഫ് ഡിമാർക്കേഷൻ എവിടെ ഡ്രോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ പരിധി വിട്ട് സകല പരിധികളും സകല മാനദണ്ഡങ്ങളും ലംഘിച്ചു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് തീർച്ചയായിട്ടും നോർമൽ ബിഹേവിയർ അല്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഇതിന്റെ ഒരു മനഃശാസ്ത്ര തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കൗമാരപ്രായക്കാർക്കാണ് ആദ്യമേ ഇതിന്റെ ഒരു തുടക്കം വരുന്നത്. അതായത് ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. താൻ ആരാണ്, തന്റെ ചുറ്റുപാട് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു പ്രായമാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. ആ സമയത്ത് അവരുടെ ഇഷ്ടത്തിനൊത്ത ഒരാൾ, അവരുടെ സങ്കല്പത്തിലൊത്ത ഒരാൾ, അല്ലെങ്കിൽ അവർ പെർഫെക്റ്റ് എന്ന് കരുതുന്ന ഒരാൾ സ്ക്രീനിൽ തെളിയുമ്പോൾ അവരോട് ആരാധന തുടങ്ങും. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് പിന്നെ അതൊരു വെർച്വൽ ഇന്റിമസി ആയിട്ട് അത് പരിവർത്തിക്കപ്പെടും. പ്രത്യേകിച്ചും ഇപ്പോൾ ഇത്രയും ടെക്നോളജി വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസ് എപ്പോഴും കയ്യിൽ വിരൽത്തുമ്പിൽ ഉള്ളത് കൊണ്ട് പോലും ആ ഒരു വെർച്വൽ ഇന്റിമസി വരും. ആ ഒരു വെർച്വൽ ഇന്റിമസിയിൽ നിന്നാണ് പിന്നെ ഒരു ഫാൻ ബിഹേവിയർ ആയിട്ട് അത് പരിണമിച്ചു വരുന്നത്. പക്ഷെ പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊരു ഒബ്സെഷണൽ ലെവലിലേക്ക് എത്തിപ്പെടാറുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഇതിലേക്ക് വരുന്നത്. ഈ ഒബ്സെഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ ആള് അവര് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമാജിനറി വേൾഡിലേക്ക് പോകുന്നു. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു സിനിമ കണ്ടു, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു 500 പേരെ ഒരുമിച്ച് അടിച്ചിടുന്നു, ഗുണ്ടകളെ വരെ അടിച്ചിടുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി അല്ല എന്ന് ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു കപ്പാസിറ്റി ഉള്ളതാണ്. പക്ഷെ സിനിമയിൽ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ഇമാജിനറി വേൾഡ് ആണ്. അപ്പൊ ഈ ഒരു ഇമാജിനറി വേൾഡിലേക്ക് അവർ ചുരുങ്ങുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ചുരുങ്ങി കഴിയുമ്പോഴാണ് ഒരു വിനോദോപാധിയായിട്ട് അവസാനിക്കേണ്ട ഒരു സിനിമ അത് പരിധി വിട്ട് ലംഘിച്ച് ഇത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ പലരിലും തുടങ്ങുന്നതിന്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു ഒബ്സെഷണൽ സ്റ്റേറ്റിലേക്ക്, ഒബ്സെഷണൽ ലെവലിലേക്ക് ഇത്തരം ആൾക്കാർ എത്തിപ്പെടുന്നു. അപ്പോൾ അവര് ഒരുപക്ഷെ അവരുടെ നഷ്ടങ്ങൾ മറക്കാനായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രണയ നഷ്ടമോ അല്ലെങ്കിൽ വൈവാഹിക ജീവിത നഷ്ടമോ ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൗമാരക്കാരെന്ന് പറഞ്ഞാൽ തുടങ്ങിയാലും മിഡിൽ ലൈഫിലുള്ളവർക്കും ഇതേ ഇഷ്യൂസ് വരാം. കാരണം ഇപ്പോൾ അവർക്കൊരു ഒരാളോട്, അത് ഇന്നയാളെന്നില്ല, ഇപ്പൊ സ്ത്രീ ആകാം പുരുഷനാകാം, ഒരു റൊമാൻറ്റിക് ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നേരെ മറിച്ച് ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ആ ഒരു ആരാധനയുടെ ഒരു തരത്തിലാണ് അത് പിക്ചറൈസ് ചെയ്ത് പെടുന്നതെങ്കിൽ അതിനകത്തൊരു ബ്രീച്ച്, കോൺട്രാക്ടിന്റെ ബ്രീച്ച് വരുന്നില്ല. അപ്പൊ കുറച്ചും കൂടെ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസും ഇത്തരം ആരാധനകൾക്ക് കിട്ടാറുണ്ട്, ആരാധകർക്കും കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ പല 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 ഘടകങ്ങൾ ഇതിനകത്ത് ചേർത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ.
ഇത്തരം ഒരു ഒബ്സഷണൽ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ഒപ്പം മറ്റു പല ഘടകങ്ങളും വരുന്നു. ഉദാഹരണത്തിന് അവര് ആ ഒരു ഇമാജിനറി വേൾഡിൽ അവർക്ക് വരുന്ന നഷ്ടങ്ങൾ അല്ലെ അവരുടെ സ്വപ്നങ്ങൾ ചെതറിപ്പോയത് ഒക്കെയും ആ ഒരു ഇമാജിനറി വേൾഡുമായിട്ട് അവർ താരതമ്യം ചെയ്ത് താതാത്മ്യപ്പെട്ട് ആ ആളിനെ അനുകരിക്കാനുള്ള വ്യഗ്രത വരുന്നു. ആ ആൾ എന്തൊക്കെ വേഷപകർച്ചകൾ ചെയ്യുന്നു ആ രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു വ്യഗ്രത വരുന്നു. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അതേപോലെ ആകാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊരു വശത്ത് കിടക്കുമ്പോൾ തന്നെ ആ ആളിനെ എതിരായിട്ട് കോമ്പറ്റീറ്ററായിട്ട് ആരെങ്കിലും ആ ഫീൽഡിലുണ്ടെങ്കിൽ അവർക്കെതിരെ തിരിയുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ത്രെറ്റ് വരെ ചെയ്യുന്നു. അതായത് സ്വയം മരിച്ചു കളയും, മറ്റുള്ളവരെ ഉപദ്രവിച്ചു കളയും എന്നുള്ള ത്രെറ്റ് വരുന്നു. നമുക്കറിയാം പലപ്പോഴും സെലിബ്രിറ്റീസിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ തന്നെ സ്വയം മുറിവേൽപ്പിക്കുന്ന ചരിത്രം നമുക്കറിയാം. നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ വിയേർഡായിട്ടുള്ള അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ വൈകൃത രീതിയിലേക്ക് ഇത് കൺവേർട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും ഒരു നെഗറ്റീവായിട്ടുള്ള അവസ്ഥ. പിന്നീട് അടുത്ത പടി കഴിയുമ്പോഴാണ് ഒരു ഐഡലൈസേഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് വരുന്നത്. അതായത് ഇവരെ ഒരു വിഗ്രഹമൂർത്തിയായിട്ട് കണക്കാക്കുക, ഒരു ദൈവത്തെ പോലെ തന്നെ കണക്കാക്കുക. ആ തരത്തിൽ അമ്പലങ്ങൾ പണിയുക, ക്ഷേത്രങ്ങൾ പണിയുക, അല്ലെങ്കിൽ അവരുടെ പടം പൂജാമുറിയിൽ വെച്ച് അവരെ ആരാധിക്കുക, അവര് മരണപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒപ്പം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ പല സ്റ്റേറ്റ്സിലും ഇതൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലേക്ക് ഒരാള് ഒരു സങ്കുചിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് ചുരുങ്ങി അങ്ങനെ ഒരു വല്ലാത്ത വിയേർഡ് ഒബ്സഷൻ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് ഇതൊരു അപകട രീതിയിൽ വരുന്നതും മറ്റ് കാര്യങ്ങൾ ഉണ്ടാകുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു മിക്സ്ഡ് ആൾക്കാരാണ്. പലപ്പോഴും ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അമിത ആരാധനയുടെ പുറത്ത് പോകുന്നവരുണ്ട്, അത് മറ്റ് ലക്ഷ്യങ്ങൾ വെച്ച് പോകുന്നവരുണ്ട്, ഈ പറഞ്ഞതുപോലെ പ്രൊമോഷന്റെ ഒരു സാഹചര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ ലക്ഷ്യങ്ങൾ വെച്ച് പോകുന്നവരുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ വരുന്ന ക്രൗഡ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഇത്തരം ക്രൗഡ് വരും എന്നുള്ളത് നമ്മളത് മുൻകൂട്ടി കണ്ട്, അത് തന്നെയല്ല വരുന്നവര് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു അൺറിയൽ വേൾഡിൽ ജീവിക്കുന്നവരോ ഈ പറഞ്ഞ പോലെ ഇമാജിനറി വേൾഡിൽ ജീവിക്കുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ആ ഒരു പോപ്പുലേഷനിൽ വരാൻ, ആ ഒരു ക്രൗഡിൽ വരാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കാണണം. കാരണം ഇത്തരം ഇൻസിഡൻസസ് ഒക്കെ എത്രയോ തവണ നമ്മൾ പത്രോധാര അറിഞ്ഞിരിക്കുന്നു ഇതെങ്ങനെയാണ് പരിധി വിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു അറിവ് വെച്ച് ഇങ്ങനെ മനോദൗർബല്യം ഉള്ളവരും ആ കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു പക്ഷേ അത് സാഹചര്യം വരാം. ചിലപ്പോൾ തിക്കും തിരക്കും കൊണ്ടും വരാം. അങ്ങനെയും നമ്മൾ അതിനെ കാണണമല്ലോ. അപ്പൊ ആ തരത്തിൽ ഒരു അച്ചടക്കത്തോടെ പോകാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അനിവാര്യം. ശരി. ശ്രീ